ഹായ്, ഇനി നമ്മൾ പറയുന്നത് ഫേസ്ബുക്ക് ആഡും ഗൂഗിൾ ആഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നിങ്ങൾ ഫേസ്ബുക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഗൂഗിൾ ആഡും ഫേസ്ബുക്ക് ആഡും തമ്മിലുള്ള വ്യത്യാസം ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്കൊരു ക്ലയൻറ്റ് വരുമ്പോൾ ഏതാ ബെറ്റർ എന്ന് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കണം. സോ ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ കീവേഡുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ എനിക്ക് ബെസ്റ്റ് ഹോട്ടൽ നിയർ മീ എന്നടിക്കുമ്പോൾ, അഥവാ ആ സെർച്ച് ചെയ്യുന്ന സാധനം അതിന് റെലവൻ്റ് ആയിട്ടുള്ളവരാണ്, അഥവാ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പരസ്യം കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഫേസ്ബുക്ക് ആഡ് അങ്ങനെയല്ല, ഇൻട്രസ്റ്റ് ആൻഡ് ഓൺലൈൻ ബിഹേവിയറാണ്. അവർ ഏതൊക്കെ ഇപ്പോൾ ഹോട്ടലുകൾക്ക് ഒരു ഹോട്ടൽ പരസ്യം കാണിക്കുകയാണെങ്കിൽ സാധാരണ ഹോട്ടലിൽ പോകുന്നവർ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇടുന്നവർ, ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻ്റ് ആണ്. അഥവാ ഇൻട്രസ്റ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, ഇവിടെ കീവേഡാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ആഡ്സ് ഷോൺ, അഥവാ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഇവിടെ പരസ്യം കാണിക്കുന്നത്. ഓക്കെ, അഥവാ ഇപ്പോൾ ബൈ ക്ലോത്ത് ഓൺലൈൻ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്നവർക്കാണ്, അഥവാ പർച്ചേസ് ചെയ്യാൻ ആവശ്യക്കാരനെ ഇങ്ങോട്ട് വന്നിട്ട് ഷോപ്പിൽ ചോദിക്കണ പോലെ ചോദിക്കണം ഗൂഗിളിൽ, അവർക്കാണ് പരസ്യം കാണിക്കുന്നത്. ഇവിടെ എങ്ങനെ എന്താ വെച്ചാൽ ആഡ് കാണും, പക്ഷേ പരസ്യം ചെയ്യാൻ വാങ്ങാനൊന്നും സാധ്യത ഉണ്ടായിക്കോണമെന്നില്ല. അഥവാ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, വാങ്ങുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ടെക്സ്റ്റിനാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. കാരണം സെർച്ച് ചെയ്യുന്നത് ടെക്സ്റ്റുകളായതുകൊണ്ട് തന്നെ എന്തിനാണ് പ്രയോറിറ്റി? ഗൂഗിൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ അവിടെ ഇമേജും കാര്യങ്ങളൊന്നും എല്ലാം സെർച്ച് ചെയ്യാൻ പോകില്ല. പകരം എന്ത് ചെയ്യും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകളാണ് വരിക. അഥവാ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് വരിക. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ കാണുന്ന കണ്ടൻറ്റും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ത്. ഇവിടെ പുതിയ കസ്റ്റമറെ കണ്ടെത്താൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതും. പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇനി അതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കീവേഡ് സെർച്ച് ചെയ്യണോടത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, കീവേഡ്സിൽ സെർച്ച് ചെയ്യുന്നവർ ഇപ്പോഴത്തെ ആവശ്യക്കാരായിരിക്കും. ഇത് ഒരു ലോങ് ടൈം പ്രോഗ്രാമാണ്. അഥവാ നമ്മളൊരു ബ്രാൻഡിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഫേസ്ബുക്ക് ആഡ് എപ്പോഴും സക്സസ് ആവുന്നത്. ഇവിടെ ഷോർട്ട് ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ അത് നിങ്ങൾ ഗൂഗിളിൽ നമുക്ക് സെല് ചെയ്യാം. ലോങ് ടൈം ആളുകൾ ആലോചിച്ച് മാത്രം എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് ആഡ് ബ്രാൻഡിങ് റിലേറ്റഡ് ആണെങ്കിൽ ഇതിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് വഴിയെ പറയാം. അത് ഗൂഗിളിൽ തന്നെ നമുക്കിപ്പോൾ ഗൂഗിൾ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ഗൂഗിളിൽ 50% ക്ലിക്ക് ചെയ്യുന്നതിൽ 50% ആളുകളും പർച്ചേസ് ചെയ്യാൻ സാധ്യത ഉള്ളവരാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ പരസ്യത്തിൽ ഒരാൾ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടാൽ 50% ആളുകൾ പർച്ചേസ് ചെയ്യുന്നവർ. എന്നാൽ ഫേസ്ബുക്കിന് അങ്ങനെയല്ല, ഒരു 10%, 15%, 20% വരിക. അതും സമയമെടുക്കും. ഗൂഗിൾ ആഡ്സിൽ അഥവാ ഒരു ഗൂഗിൾ ആഡ് നിങ്ങൾ ഇട്ട് വിചാരിച്ചോ, അതിന് 4 ഇരട്ടി മറ്റ് പരസ്യങ്ങളെക്കാട്ടി ക്ലിക്ക് വരാൻ സാധ്യതയുണ്ട്. ഫേസ്ബുക്കിൽ എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോകുന്നല്ല, എല്ലാവരും ക്ലിക്ക് ചെയ്ത് പോകണമെന്നില്ല. അഥവാ മറ്റുള്ള പ്ലാറ്റ്ഫോമിനെക്കാട്ടി 63% മോർ ക്ലിക്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഗ്ലോബൽ ബിസിനസ്സാണ്. 80% ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ യൂസ് ചെയ്യുന്നുണ്ട് വേൾഡിൽ തന്നെ. അപ്പോൾ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിട്ടേൺ ഓൺ അഡ്വർടൈസിങ് സ്പെൻഡ്, ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു അഭിപ്രായമാണ്, ഞാൻ പല സ്ഥലത്തും വായിച്ചത്. അപ്പോൾ 8 ഇരട്ടി നിങ്ങൾക്ക് ഇറക്കുന്നതിൻ്റെക്കാട്ടി 8 ഇരട്ടി അവറേജ് നിങ്ങൾക്ക് കിട്ടും. അത് 100 രൂപക്ക് പരസ്യം ചെയ്താൽ 800 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഓരോട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ROI എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നത്.